ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനത്തിൽ വിമർശനങ്ങളും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന മുറവിളിയും ഉയരുന്നതിനിടെ തുടർച്ചയായി നാക്കുപിഴയുമായി US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന ജോ ബൈഡൻ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ എന്നും കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നും വിശേഷിപ്പിച്ചതാണ് ഒടുവിലെത്തേത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്ന അഭ്യൂഹം തള്ളി ജോ ബൈഡൻ. പിന്മാറാൻ ആലോചിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയെന്നും വ്യക്തമാക്കി. നാറ്റോ സമ്മേളനത്തിലൂടെയുള്ള വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. And now I want to hand it over to the president of Ukraine, who has as much courage as he has determination. Ladies and gentlemen, President Putin. President Putin. He's going to beat President Putin. President Zelensky. I'm so focused on beating Putin, we got to worry about it. Anyway, Mr. President. I'm better. You are a hell of a lot better. What concerns do you have about Vice President Harris's ability to beat Donald Trump if she were at the top of the ticket? Look, I wouldn't have picked Vice President Trump to be Vice President, but I think she was not qualified to be President. So let's start there. Number one, the fact is that the consideration is that I think I'm the most qualified person to run for President. I beat him once, and I will beat him again. I'm ready to deal with him now and 3 years from now. Look, like I said, I'm dealing with she right now. വാഷിംഗ്ടണിലെ നാറ്റോ ഉച്ചകോടിയിൽ സെലൻസ്കിയെ സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ആദ്യത്തെ നാക്കുപിഴ. എന്നാൽ തെറ്റ് ഉടൻ തിരിച്ചറിഞ്ഞ ബൈഡൻ പുതിൻ എന്നത് പുതിനെ പരാജയപ്പെടുത്താൻ പോകുന്ന സെലൻസ്കി എന്ന് തിരുത്തി. പ്രസംഗം അവസാനിപ്പിച്ച് പോകാനൊരുങ്ങിയപ്പോഴാണ് ഉടൻ തന്നെ തെറ്റു മനസ്സിലാക്കി മൈക്കിനടുത്തേക്ക് തിരിച്ചു വന്നത്. പിന്നീട് തനിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കമലയെ ട്രംപ് എന്ന് വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ കമല ഹാരിസ് ആയിരുന്നെങ്കിൽ അവരുടെ കഴിവിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ബൈഡൻ. പ്രസിഡന്റ് ആവാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ട്രംപിനെ വൈസ് പ്രസിഡന്റ് ആക്കുവാൻ തെരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് ബൈഡൻ കമലയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തിൽ ബൈഡനെ പരിഹസിച്ച് ട്രംപ് രംഗത്തെത്തി. അതേസമയം നാറ്റോ ഉച്ചകോടിയിലെ നാക്കുപിഴയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അടക്കം ബൈഡനെ പിന്തുണച്ചു. നാക്കുപിഴ സ്വാഭാവികമാണെന്നും തനിക്കും സംഭവിച്ചിട്ടുണ്ടെന്നും നാളെയും സംഭവിക്കാമെന്നായിരുന്നു മാക്രോണിൻ്റെ പ്രതികരണം. കഴിഞ്ഞ മാസത്തെ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനോട് പിടിച്ചു നിൽക്കാനാകാതെ പിന്നിലായിപ്പോയ ബൈഡൻ വലിയ വിമർശനമാണ് നേരിടുന്നത്. ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായിരുന്ന നാൻസി പെലോസി, ഹോളിവുഡ് താരവും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൻതോതിൽ സഹായധനം നൽകുന്നയാളുമായ ജോർജ് ക്ലൂണി എന്നിവരുൾപ്പെടെയുള്ളവർ ബൈഡനെതിരെ രംഗത്തെത്തി. എന്നാൽ മത്സരരംഗത്ത് തുടരുമെന്നാണ് ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.